നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഫീൽഡിൻ്റെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫെക്റ്റ് ഫീൽഡ് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 റിസൾട്ടുകളാണ് പഠിച്ചത്. ഓക്കെ, അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മളിതും തുടങ്ങുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു? അതായത് ഒരു ഫീൽഡ് ഉണ്ട് എങ്കിൽ ആ ഫീൽഡിനെ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയണം എന്തുണ്ട് എങ്കിൽ ആ ഫീൽഡിന് എന്ത് ചെയ്യണം? അതിൻ്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും, ഫൈനൈറ്റ് ഡയമെൻഷണൽ എക്സ്റ്റൻഷനിലെ അല്ലെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ഓവർ ദി ഫീൽഡ് ഓഫ്, അങ്ങനെ പറയാം. എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും എന്തായിരിക്കണം? സെപ്പറബിൾ ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. സെപ്പറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഗ്രി അല്ലേ? ഡിഗ്രിയും അതുപോലെ തന്നെ ഇൻഡെക്സും എന്താകുക? ഈക്വൽ ആവുക അല്ലേ? ഡിഗ്രി ഓഫ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓവർ ദി ഫീൽഡ് എഫും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഇൻഡെക്സ് ഓഫ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഫീൽഡ് എഫ് ഓവർ ദി ഫീൽഡ് എഫ് എന്താവുക? ഈക്വൽ ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ സെപ്പറബിൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു തിയറാണ്. നേരത്തെ തിയറത്തിൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഫൈനൈറ്റ് പെർഫെക്റ്റ് ഫീൽഡിന് ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ കണ്ടത്. ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഫീൽഡ്, അതായത് എല്ലാ ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡുകളും എന്താണ്? പെർഫെക്റ്റ് ഫീൽഡാണ് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എവറി ഫൈനൈറ്റ് ഫീൽഡും എന്തായിരിക്കും? പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ റിസൾട്ട് എന്തായിരുന്നു പഠിച്ചത്? തൊട്ട് മുമ്പത്തെ റിസൾട്ട് ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പത്തെ റിസൾട്ട് നമ്മൾ പഠിച്ചത് അതായത് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡുകളൊക്കെ എന്താണ്? പെർഫെക്റ്റ് ആണ്. അതിന് എക്സാമ്പിളാണ് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള Q ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. R അതുപോലെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് Q, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് C, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് ഫീൽഡുകളാണ്, എക്സാമ്പിളാണ്. എക്സാമ്പിൾ ആകാൻ കാരണം എന്തുകൊണ്ട്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ളതൊക്കെ എന്താണ്? പെർഫെക്റ്റ് ഫീൽഡുകളാണ്. ഇനി അടുത്തത് എവരി ഫൈനൈറ്റ് ഫീൽഡ് ഈസ് പെർഫെക്റ്റ്. ഫൈനൈറ്റ് ഫീൽഡ് അതൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? Z3, Z2 ഒരു ഫീൽഡാണ്. Z3 ഒരു ഫീൽഡാണ് അല്ലേ? അഡീഷൻ മോഡുലോ 3യും അഡീഷൻ മോഡുലോ, അതായത് ZP കോമൺലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ZP ഒരു ഫൈനൈറ്റ് ഫീൽഡിന് എക്സാമ്പിളാണ്. അപ്പോൾ ZP എന്താണ് ഇവിടെ പറയുന്ന തിയറം? സ്റ്റേറ്റ് ദാറ്റ് ZP അല്ലെങ്കിൽ ഫൈനൈറ്റ് ഫീൽഡ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ് അതായത് അതെന്താണ്? എവരി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്തായിരിക്കും? സെപ്പറബിൾ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെപ്പറബിൾ ആണ് എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിലുള്ള ഏതൊരു ഫൈനൈറ്റ് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആർ യു അണ്ടർസ്റ്റുഡ്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഫ ബിലോങ്സ് ടു ഇ ഈസ് സെപ്പറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് സെപ്പറബിൾ ഓവർ ദി ഫീൽഡ് ഓഫ്. ഓക്കെ, മുമ്പത്തെ പെർഫെക്റ്റ് ഫീൽഡിൻ്റെ ഇതിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പത്തതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രൂഫ് തുടങ്ങുകയാണ്. അപ്പോൾ പ്രൂഫ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എഫ് എന്ന് പറയുന്ന ഫീൽഡ് എന്താണ്? ഫൈനൈറ്റ് ഫീൽഡ് ആണ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് എഫ് ബി ദി ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി. ഓക്കെ, എപ്പോഴും അത് ഫൈനൈറ്റ് ഫീൽഡിന് ക്യാരക്ടറിസ്റ്റിക് ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും? പ്രൈം ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ? അങ്ങനെ തന്നെ. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടിയാണ് ഫീൽഡിൻ്റെ അല്ലേ? അതായത് ഐസോമോർഫിക് ടു ZP ആയിരിക്കും കൂടുതലും. ദാറ്റ് മീൻസ് എപ്പോഴും ഫൈനൈറ്റ് ഫീൽഡ് എപ്പോഴും ഐസോമോർഫിക് ടു ZP ആയിരിക്കും. അത് നമ്മൾ കുറച്ച് മുമ്പത്തെ ഇതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എഫ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഫീൽഡാണ് അസ്യൂം ചെയ്തു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് P ആണ് എന്നെടുത്തു. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഞാൻ എടുത്തു അതിനൊരു ഫൈനൈറ്റ്, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ് എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താലാണ് പെർഫെക്റ്റ് എന്ന് പറയുക. എഫ് പെർഫെക്റ്റ് ആവണമെന്നുണ്ട് എങ്കിൽ ഇ എന്ന് പറയുന്ന ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അല്ലെ ഈകൾ പോലത്തെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനൊക്കെ എന്താണ് എന്ന് പറയണം? സെപ്പറബിൾ ആണ് എന്ന് പറയണം. ഓക്കെ, ഇനി ഈ സെപ്പറബിൾ ആണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് എടുത്താൽ മതി? അതിലുള്ള ഒരു എലമെൻ്റായ ആൽഫ അല്ലേ? ആൽഫ ബിലോങ്സ് ടു ഇ എന്താണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി? സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. നമ്മളിവിടെ
ആൽഫ സെപ്പറബിൾ ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് സെപ്പറബിൾ ഓവർ ദി ഫീൽഡ് എഫ്. ആർ യു അണ്ടർസ്റ്റുഡ്? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആൽഫ ഇവിടെ ഉണ്ട്, നമ്മൾ എഫ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് എന്നെടുത്തു. അത് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പി. ക്യാരക്ടറിസ്റ്റിക് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പി ഇൻറ്റു 1 ഈക്വൽ ടു 0 അല്ലെങ്കിൽ പി ഇൻറ്റു സം എലമെൻറ്റ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ആൽഫ സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, എന്നാൽ ഇയും സെപ്പറബിൾ ആണ്. അത് പ്രത്യേകം ഓർത്തോളുക. ഇനി നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു ഒരു ആൽഫയുടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ലേ. ദി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ ദി ഫീൽഡ് എഫ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ അതെന്തായിരിക്കും? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഒരു മിനിമൽ പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഫാക്ടേഴ്സ് ഇൻ ടു എഫ് ക്ലോഷർ. എഫ് ക്ലോഷറിൽ അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ 6 സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എടുത്തു അല്ലേ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എടുത്തിട്ടുണ്ട് എങ്കിൽ അതൊരു എക്സ്റ്റൻഷനാണ്. ഏതിൻ്റെ എക്സ്റ്റൻഷനാണ്? ക്യൂവിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്യൂ സെറ്റ് ഓഫ് ഓൾ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ എക്സ്റ്റൻഷനാണ് 6. അപ്പം എക്സ് സ്ക്വയർ മൈനസ് ടു എന്താണ്? ഒരു പോളിനോമിയലാണ്, ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് വിത്ത് ഡിഗ്രി 2 അല്ലേ. എക്സ് സ്ക്വയർ -2 എന്ന് പറയുന്ന ക്യൂവിൻ്റെ മുകളിലുള്ള ഒരു പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ എഫ് ക്ലോഷർ എന്ന് പറയുമ്പം അവിടുത്തെ സീറോസ് ഏതൊക്കെയാണ്? √2 -√2 ആണ്. പക്ഷേ അത് എവിടെ ഇല്ല? ക്യൂവിലില്ല. പക്ഷേ അത് എവിടെ ഉണ്ടായിരിക്കും? ക്യൂവിൻ്റെ ക്ലോഷറിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ക്യൂവിൻ്റെ ക്ലോഷറിൽ ഈ പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? എക്സ് -√2 ഇൻറ്റു എക്സ് +√2 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അറിയോ അണ്ടർസ്റ്റുഡ്? അതേ മോഡലിൽ തന്നെ ഏതൊരു പോളിനോമിയൽ റെഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ ദി ഫീൽഡ് എഫിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എവിടെ? എഫ് ക്ലോഷറിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് πi എക്സ് -α i ഹോൾ റേസ് ടു ന്യൂ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി ആൽഫ ഐസ്. ഓക്കെ, അപ്പം സ്മോളസ്റ്റ് അല്ലേ മിനിമൽ ഡിഗ്രി പോളിനോമിയൽസ്, മിനിമൽ ഡിഗ്രി പവേഴ്സ് ആയിട്ടാണ് പറയാം. ആൽഫ ഐസ് എന്ന് പറയുന്ന i = 1 2 3 എക്സെട്ര. അതിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. ആൽഫ ഐ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് സീറോസും ആയിട്ടും, അതുപോലെ തന്നെ ആൽഫ ഈക്വൽ ടു ഇനീഷ്യലൈസേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ഈക്വൽ ടു എന്താണ്? ആൽഫ 1 ആക്കി എടുത്തു. ആൽഫ 2 ഒന്നുമല്ല, ഫിക്സ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിക്സ് ചെയ്യുക. ഏറ്റവും നല്ലത് ആൽഫ 1 ആയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമ്മൾ അടുത്തത് അസ്യൂം ചെയ്യാണ്. നമുക്കറിയാം ഏതൊരു നമ്പറിനെയും ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊരു ഇൻറ്റിജറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ഇൻറ്റിജറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആക്കി എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 10നെ നമുക്ക് 2 × 5. 2 എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. 5 ഒരു പ്രൈം നമ്പറാണ്. അതേപോലെ തന്നെ ഈ കൺസെപ്റ്റ്സ് ആണ് സത്യത്തിൽ ഇവിടെ. അതായത് ലെറ്റ് ന്യൂ ഈക്വൽ ടു p ഈസ് എ പ്രൈം നമ്പർ. ഏത് പ്രൈം നമ്പറാണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുത്തെ പ്രൈം നമ്പർ ഇവിടെ ഏതായിരുന്നു? ക്യാരക്ടറിസ്റ്റിക് പി, ഇസിൻറ്റ് ഇറ്റ്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന പോസിബിലിറ്റി അസ്യൂം ചെയ്യാണ്. ലെറ്റ് ന്യൂ ഈക്വൽ ടു p × e. ഇവിടുത്തെ ഇക്ക് ഒരു പ്രത്യേകത ഉണ്ട്. p ഡസ് നോട്ട് ഡിവൈഡ് e. പ്രത്യേകം ശ്രദ്ധിക്കുക, p ഡസ് നോട്ട് ഡിവൈഡ് e. ഇവിടുത്തെ p ഏതാണ്? ക്യാരക്ടറിസ്റ്റിക് p ആണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പോളിനോമിയലിനെ നമുക്ക് മാറ്റി ചെയ്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഐ എക്സ് -α i, സിഗ്മ അല്ല, πi എക്സ് -α i ഹോൾ റേസ് ടു ന്യൂ ഈക്വൽ ടു ന്യൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു πi എക്സ് -α i ഹോൾ റേസ് ടു ന്യൂവിൻ്റെ സ്ഥാനത്ത് p t × e എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. p t × e ഇതിനെ മാറ്റി ചെയ്താൽ പറ്റും. ഹോൾ റേസ് ടു e എന്നാക്കി എടുക്കാൻ പറ്റും അല്ലേ. ഹോൾ റേസ് ടു e എന്നാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാവണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തരികിട എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഓക്കെ, അപ്പം ഈ സംഭവം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ പ്രത്യേകത എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? πi എക്സ് -α i ഹോൾ റേസ് ടു p t ഹോൾ റേസ് ടു e.
ഇത് എവിടെ ഉണ്ടായിരിക്കും? എഫ് എക്സിലുള്ള ഒരു എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോളിനോമിയലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആൽഫ ഒരു ആൾജിബ്രായിക് സെപ്പറബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആൽഫ സെപ്പറബിൾ ആണ് എന്നാണ് എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരുന്ന ഒരു തിയറം, അതായത് എഫ് ക്ലോഷർ ആൾജിബ്രായിക് ക്ലോഷർ ഓഫ് എ ഫീൽഡ് എഫും അതുപോലെ തന്നെ മിനിമൽ പോളിനോമിയൽ അല്ലെങ്കിൽ മോണിക് പോളിനോമിയൽ ഉണ്ടാവുകയും, കാരണം എവരി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഈസ് എ മോണിക് പോളിനോമിയൽ, അങ്ങനെ ഉണ്ടാവുകയും, അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് റൈസ് ടു എം ബിലോങ്സ് ടു എഫ് ഓഫ് എക്സിലാണ് എങ്കിൽ എം നോട്ട് ഈക്വൽ ടു 1 എം ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് എക്സിൽ ഉണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി റേസ് ടു ടി ഹോൾ റേസ് ടു പി ഹോൾ റേസ് ടു ഇ. ഈ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇ ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0. കാരണം എന്തുകൊണ്ട്? ഡസ് നോട്ട് ഡിവൈഡ് ഇ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. തൊട്ട് മുമ്പത്തെ തിയറം, ഓക്കെ, ഇപ്പോഴത്തെ തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് ഈ മൊത്തത്തിലുണ്ട് എങ്കിൽ അതിൻ്റെ പവേഴ്സ് അല്ലേ, എഫ് ഓഫ് എക്സ് റൈസ് ടു എം ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് ആരുണ്ടായിരിക്കും? അതിൻ്റെ ചെറിയ പോളിനോമിയൽ ഉണ്ടായിരിക്കും. അതായത് പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി റേസ് ടു ടി ഹോൾ റേസ് ടു ഇ എഫിലുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി റേസ് ടു ടി എവിടെ ഉണ്ടായിരിക്കും? എഫ് എക്സിലുണ്ട്. ഈ തിയറം പ്രകാരം കിട്ടി. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത തിയറമാണ്. ആ തിയറത്തിൻ്റെ കൺസെപ്റ്റ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ എന്ത് പി ഡസ് നോട്ട് ഡിവൈഡ് ഇ ആയതുകൊണ്ട് ഇ ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം എന്തല്ല? കാരണം പി ഇൻറ്റു 1 ആണ് ഈക്വൽ ടു 0 ആണ്. കാരണം ക്യാരക്ടറിസ്റ്റിക് പി ആണ്. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, മോണിക് പോളിനോമിയലാണ് അല്ലേ. മോണിക് പോളിനോമിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറഡ്യൂസിബിൾ മോണിക് മിനിമൽ പോളിനോമിയൽ അല്ലേ. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിക് മിനിമൽ പോളിനോമിയലിനെയാണ് നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പം ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് അതിൻ്റെ 0 ആണ് ആൽഫ എന്ന് പറയുന്നത്. കാരണം അല്ലേ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ ഒരു 0 ആരായിരിക്കും? ആൽഫ ആയിരിക്കും. ബാക്കിയുള്ള സീറോസ് ബാക്കിയുള്ളതും. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ്, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്ത് കിട്ടിക്കഴിഞ്ഞു? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഐ അല്ലേ ഹോൾ റേസ് ടു പി റേസ് ടു ടി ഇൻറ്റു ഇ എന്നാണ്. പക്ഷേ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത പ്രകാരം ആരുണ്ട് എന്ന് കിട്ടി? പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി ഓഫ് ടി എവിടെ ഉണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്? തൊട്ട് മുമ്പത്തെ റിസൾട്ട് പ്രകാരം വരെ ഇത് എഫ് എക്സിലുണ്ട് എന്ന് കിട്ടി. പക്ഷേ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. അത് മിനിമൽ ഡിഗ്രിയാണ്. അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും? സിഗ്മ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി ഓഫ് ടി ആയിരിക്കും. അതായത് ഈ എന്തായിരിക്കും? ഇവിടെ 1 ആയിരിക്കും എന്ന് കിട്ടി. ഈ എന്താണ്? ഇവിടെ 1 ആണ് എന്ന് കിട്ടി. ഓക്കെ, ഈ ഇവിടെ 1 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫീൽഡിൽ ക്യാരക്ടറിസ്റ്റിക് പി ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ അതായത് മൊഡ്യൂൾ 1 നമ്മളൊരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. അതായത് എഫ് ഈസ് എ ഫീൽഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പി ദെൻ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഇൻറ്റു ബീറ്റ റേസ് ടു പി റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് പി വരുമ്പോൾ പി ഇൻറ്റു എന്താണെങ്കിലും 0 ആയിരിക്കും പോവും. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ ഹോൾ റേസ് ടു പി റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിൽ ആദ്യത്തെയും അവസാനത്തെയും, അതായത് ആൽഫ റേസ് ടു പി റേസ് ടു എൻ പ്ലസ് എൻ സി 1 അല്ലേ, അതെങ്കിൽ പി റേസ് ടു എൻ സി 1 ഇൻറ്റു ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് എക്സെട്രാ എന്ന് പറയും.
അവിടെ P⁻NC1 അതുപോലെ P⁻NC2 എന്ത് വരും, പീൻ്റെ മൾട്ടിപ്പിൾ വരും അല്ലേ, പീൻ്റെ ടേം വരും. അതൊക്കെ എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ നമുക്ക് ആരാ അവിടെ ബാക്കി ഉണ്ടാവുക, α⁻P⁻N പ്ലസ് β⁻P⁻N ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പോകും. ആ കൺസെപ്റ്റ്സ് ആണ് സത്യത്തിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇവിടെ പി ക്യാരക്ടറിസ്റ്റിക് ആയതുകൊണ്ട് സിഗ്മ πi(x−α⁻P⁻T ഈക്വൽ ടു സിഗ്മ πi(x−P⁻T മൈനസ് α⁻i⁻P⁻T. ഓക്കെ, അങ്ങനെയായി മാറി. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ റിസൾട്ട്. ഇനി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് സത്യത്തിൽ വേറൊരു പോളിനോമിയൽ ഫോമാണ്. f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പോളിനോമിയൽ ഫോമാണ്. ദാറ്റ് ഈസ് എ ഫോം പോളിനോമിയൽ f(x) ഈക്വൽ ടു സം പോളിനോമിയൽ ഓഫ് x⁻P⁻T ഫോമിൽ, അതായത് g(x⁻P⁻T) എന്ന് പറയുന്ന ഫോമിലായി. ഓക്കെ, f(x) എവിടെ ഉണ്ട്, ക്യാപിറ്റൽ F(x)ലുണ്ട്. അങ്ങനെ ആകുമ്പോൾ g(x⁻P⁻T) എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും, F(x)ലുണ്ടായിരിക്കും. അതായത് ഈ സംഭവം തന്നെയാണ് g(x⁻P⁻T) എന്ന് പറയുന്നത്, തെറ്റൊന്നുമില്ല. അതായത് x⁻P⁻T മൈനസ് α1⁻P⁻T ഇൻറ്റു x-P⁻T മൈനസ് α2P⁻T ഇൻറ്റു x-P⁻T മൈനസ് α3P⁻T ഇൻറ്റു എക്സെട്രാ x⁻P⁻T ഇൻ മൈനസ് α(n⁻P⁻T). അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, g(x⁻P⁻T) f(x) എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നിർബന്ധമായിട്ടും നമുക്ക് എന്ത് കിട്ടും, അതായത് f(x) എവിടെ ഉണ്ട്, ക്യാപിറ്റൽ F(x)ലുണ്ട്. അങ്ങനെയാണെങ്കിൽ g(x⁻P⁻T)യും F(x)ലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും g(x)ഉം എവിടെ ഉണ്ടായിരിക്കും, F(x)ലുണ്ടാവും. g(x) എന്ന് പറഞ്ഞാൽ x⁻P സ്ഥാനത്ത് എന്ത് വരും, x⁻P⁻T സ്ഥാനത്ത് x മാത്രം വരുന്നതിനെയാണ് നമ്മൾ g(x) എന്ന് അറിയുക. അതായത് g(x) ഈക്വൽ ടു സിഗ്മ i x-α⁻T അല്ല α⁻P⁻Tനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് പറയാം. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പം ഇനി നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കൺസെപ്റ്റ്സുകൾ അപ്ലൈ ചെയ്യണം അല്ലേ. ഇനി നമുക്കെന്ത്, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ആൽഫ സെപ്പറബിൾ ആണ് എങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും, 1 ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൽഫ സെപ്പറബിൾ ആണെന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം, അതായത് മൾട്ടിപ്ലിസിറ്റി, ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കണം എന്നുണ്ട്. നമ്മളുടെ ഇവിടെ g(x) എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, πi(x−α⁻P⁻T) ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ്സിൽ അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ഈ കൺസെപ്റ്റ്സ് പ്രകാരം ഇതിൻ്റെ E ഈക്വൽ ടു എന്താണ്, 1 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. E ഈക്വൽ ടു 1 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അല്ലേ, അതായത് ന്യൂ ഈക്വൽ ടു എന്താണ്, P⁻T ഇൻറ്റു 1 ആണ്. ഇവിടുത്തെ കൺസെപ്റ്റ്സ് ജസ്റ്റ് നോക്കുക, x-α⁻P⁻T. ഇവിടെ ന്യൂ ഇല്ല, ന്യൂ ഈക്വൽ ടു എന്താണ് ഇവിടെ ഉള്ളത്, ന്യൂ ഇല്ല എന്നല്ല, ന്യൂ ഈക്വൽ ടു ഇവിടെ 1 ആണ്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഇവിടെ സത്യത്തിൽ എന്താണ്, 1 ആണ്. അങ്ങനെയാണ് എങ്കിൽ g(x) എന്താണ്, സെപ്പറബിൾ ആണ്. ആർ യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം, അങ്ങനെയാണ് എങ്കിൽ g(x) സെപ്പറബിൾ ആണെങ്കിൽ, ഓക്കെ, g(x) സെപ്പറബിൾ ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് α⁻P⁻T എന്തായിരിക്കും, സെപ്പറബിൾ ആണ് എന്നാണ് അല്ലേ. g(x) സെപ്പറബിൾ g(x) സെപ്പറബിൾ ആണ് എങ്കിൽ α⁻P⁻T എന്താണ്, സെപ്പറബിൾ ആണ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് α⁻P⁻T സെപ്പറബിൾ ആണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ക്യാപിറ്റൽ F ഓഫ് α⁻P⁻T എന്താണ്, സെപ്പറബിൾ ആണ്. അങ്ങനെ ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനാണ്, അതായത് ഡെഫിനിഷനാണത്. അതായത് ആൽഫ സെപ്പറബിൾ ആവണം എന്നുണ്ട് എങ്കിൽ F ഓഫ് ആൽഫ എന്തായിരിക്കണം, സെപ്പറബിൾ ആവണം. അതായത് ഇവിടെ α⁻P⁻T എന്താണ്, സെപ്പറബിൾ ആണ്. അതിൻ്റെ അർത്ഥം α1⁻P⁻T സെപ്പറബിൾ ആയിരിക്കും, α2. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, α1⁻P⁻Tനെയാണ് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞാൽ α1നെയാണ് നമ്മൾ ആൽഫ എന്നെടുത്തത്. അപ്പോൾ F ഓഫ്
ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്താണ് സെപ്പറബിൾ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു നമുക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് റേസ് ടു പി റേസ് ടു ടി മൈനസ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഭവത്തിനെ മാറ്റാൻ പറ്റും. എന്തുകൊണ്ട്? ഈ കൺസെപ്റ്റ്സ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ അല്ലേ, ആൽഫ റേസ് ടു പി റേസ് ടു എൻ അല്ലേ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ എന്നുള്ള കൺസെപ്റ്റ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ കൺസെപ്റ്റ്സ് പ്രകാരം എക്സ് റേസ് ടു പി റേസ് ടു ടി മൈനസ് ആൽഫ റേസ് ടു പി റേസ് ടു ടി പ്രകാരം വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി റേസ് ടു ടി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു പി റേസ് ടു ടി. അവിടെ എന്തുകൊണ്ടാണ് അത് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മളുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം ഇത് വരും, എല്ലാത്തിലും പീൻ്റെ ടേം വരും രണ്ടെണ്ണത്തിൽ വെച്ച്. അവസാനത്തെയും അതായത് എക്സ് റേസ് ടു പി റേസ് ടു ടിയിലും ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലും വെച്ച് ബാക്കി എല്ലായിടത്തും ഇവിടെ ആൽഫ ആണ്, ആൽഫ ഐ ഇല്ല കേട്ടോ, ഐ ഇല്ല, ആൽഫ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഐ ഇല്ല, ആൽഫ മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ സീറോ ആയി പോവും. അതായത് നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ആ റിസൾട്ട് പഠിക്കുന്നുണ്ട്, ആ റിസൾട്ട് പ്രകാരമാണ് അത് നമ്മൾ എഴുതുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഓൺലി ആൽഫക്ക് ഒരു സീറോ മാത്രമേ ഉള്ളൂ. അതായത് ഏതിന്, ആൽഫ എന്ന് പറയുന്ന ഒരു സീറോ മാത്രമേ ഉള്ളൂ. എക്സ് റേസ് ടു പി റേസ് ടു ടി മൈനസ് എക്സ് റേസ് ടു പി റേസ് ടു ടിക്ക് ഒരു സീറോ മാത്രമേ ഉള്ളൂ. ഇൻ എഫ് ക്ലോഷറിൽ ഒരു സീറോ മാത്രമേ ഉള്ളൂ എന്നെടുത്തു. ഓക്കെ, ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഇവിടെ അല്ലേ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എഫ് എന്താണ്, ഫൈനൈറ്റ് ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ എഫ് ഓഫ് അല്ലേ ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ പി റേസ് ടു ടി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആവാൻ കാരണം എന്തുകൊണ്ട്, ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻ എഫിൻ്റെ എക്സ്റ്റൻഷനാണ് ആര്, എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്നത്. അപ്പം അതെന്താണ്, ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റൻഷൻ ഫീൽഡ്, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, അതൊരു എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി നിർബന്ധമായിട്ടൊരു ഫൈനൈറ്റ് ഫീൽഡും ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ എക്സ്റ്റൻഷന് മാത്രം അതായിട്ടല്ല, എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്തായിരിക്കും, ഒരു ഫൈനൈറ്റ് ഫീൽഡായിരിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ കൺസെപ്റ്റ്സ്. ഈ പ്രോപ്പർട്ടി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഒരു മാപ്പിനെ പറ്റിയിട്ടാണ്. ഏത് മാപ്പെന്ന് വെച്ചാൽ ഫ്രോബീനിയസ് മാപ്പ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്മ സഫിക്സ് പി ഫ്രം എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി ടു എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലേക്കുള്ള ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം അല്ലേ. അതെന്തായിരുന്നു ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം പറഞ്ഞത്, സിഗ്മ റേസ് സഫിക്സ് പി ഹോൾ അല്ലേ ഓഫ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റേസ് ടു പി ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. അത് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലാണെന്ന് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ മൊഡ്യൂളിൽ ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം. അപ്പോൾ ഇതെന്താണ്, ഒരു ഓട്ടോമോർഫിസമാണ്. അത് പ്രകാരം നമുക്ക് സിഗ്മ അങ്ങനെയാണ് എങ്കിൽ സിഗ്മ സഫിക്സ് പി റേസ് ടു ടി എന്ന് പറയുന്നത്, അതായത് പി ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ, ടി ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ, സിഗ്മ സഫിക്സ് പിയുടെ ടി ടൈംസ് മൾട്ടിപ്ലിക്കേഷന് എന്തായിരിക്കും, അതായത് സിഗ്മ പി ഇൻറ്റു സിഗ്മ പിൻ്റെ ടി ടൈംസ്, അതും എന്തായിരിക്കും, ഒരു ഓട്ടോമോർഫിസം ആയിരിക്കും ഓവർ ദി ഫീൽഡ് എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി. ഓക്കെ, അതിൻ്റെ ഒരു എന്തായിരിക്കും, അതിന്മേലുള്ള ഒരു ഓട്ടോമോർഫിസം ആയിരിക്കും. ഇനി അങ്ങനെയാണ് എങ്കിൽ സിഗ്മ പി ഹോൾ റേസ് ടു ടി ഓഫ് ആൽഫ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സിഗ്മ പി എന്തായിരിക്കും, സിഗ്മ പി ഓഫ് എ ഇൻറ്റു സിഗ്മ പി ഓഫ് എ ഇൻറ്റു എക്സെട്ര എന്നാണ് പോവുക അല്ലേ. സിഗ്മ പി ഓഫ് എ ഓഫ് സിഗ്മ പി ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും അല്ലേ.
അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ റേസ് ടു പി ഇൻറ്റു എക്സെട്ര ടി ടൈംസ്. അപ്പോൾ എന്താ വരിക? എ റേസ് ടു പി റേസ് ടു ടി തന്നെയാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. ഓക്കെ, അതിൻ്റെ മീനിങ് പ്രത്യേകം തെറ്റിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എ റേസ് ടു പി റേസ് ടു ടി തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഇതും ഇതായിരിക്കും, ഒരു ഓട്ടോമോർഫിസം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് നമുക്ക് ആൽഫ ഒരു എന്താണെന്ന് കിട്ടണം. ആൽഫനെ പറ്റിയിട്ട് നമ്മൾ ആൽഫ ആണ് ഇവിടെ എന്ത് സെപ്പറബിൾ ആണ് എന്ന് കിട്ടേണ്ടത്. ആൽഫ സെപ്പറബിൾ ആണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ എന്തായിരിക്കണം? ആൽഫ സെപ്പറബിൾ ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കണം. അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് എടുത്തു. എവിടെയുള്ള ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലെ ഒരു എലമെൻ്റാണ് ബീറ്റ എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ സിഗ്മ പി എങ്ങനത്തെ എലമെൻ്റാണ് എടുത്തത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ. ഏത് കണ്ടീഷൻ? അതായത് സിഗ്മ പി റേസ് ടു ടി ഓഫ് ബീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് കിട്ടുന്ന അങ്ങനത്തെ ബീറ്റയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ എൽ എച്ച് എസ്സിൽ മാറ്റം വരിക എന്താ വരിക? എൽ എച്ച് എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ റേസ് ടു പി റേസ് ടു ടി ആണ് വരിക. നമ്മൾ തൊട്ട് മുമ്പത്തെ ഡെഫിനിഷൻ പ്രകാരം ഫ്രോബീനിയസ് ഓട്ടോമോർഫിസത്തിൻ്റെ ഡെഫിനിഷനാണിത്. ഇത് പ്രകാരം ബീറ്റ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് ആൽഫ റേസ് ടു പി റേസ് ടു ടി അല്ലേ. ദെൻ ഇതിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? അങ്ങനെയാണ് എങ്കിൽ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ എന്ന് പറയുന്നത് ഒരു ഒറ്റ സീറോസേ ഉള്ളൂ. അതായത് ബീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും നമുക്കവിടെ അല്ലേ. എങ്ങനെയാണ് കിട്ടുക? കാരണം നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്, മുമ്പ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്ത് നമ്മൾ തൊട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ആൽഫ റേസ് ടു പി റേസ് ടു ടി മൈനസ് എക്സ് മൈനസ് പി റേസ് ടു ടി മൈനസ് ആൽഫ റേസ് ടു പി റേസ് ടു ടിക്ക് ഒരൊറ്റ സീറോസ് ആണ് ഉള്ളതെന്ന് തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണ് എങ്കിൽ അല്ലേ, അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരൊറ്റ സീറോസ് ആണ് എങ്കിൽ ബീറ്റ ഒരു സീറോസ് ആവും. ബീറ്റ റേസ് ടു പി അതും എന്തായിരിക്കണം? വേറൊരു സീറോസ് ആവണം. അത് രണ്ടും സീറോസ് ആവുക എന്ന് പറയുന്നത് പോസിബിളാണ്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റ സീറോസേ ഉള്ളൂ. അങ്ങനെയാണ് എങ്കിലുള്ള ഒരൊറ്റ പോസിബിലിറ്റി ഏതാ ഉള്ളത്? ബീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന പോസിബിലിറ്റിയേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ആയിരിക്കുക എന്നുള്ള പോസിബിലിറ്റി അവിടെ ചൂസ് ചെയ്യാനുള്ളൂ. വേറൊരു പോസിബിലിറ്റിയും അവിടെ വരില്ല. എന്തുകൊണ്ട്? ഒരൊറ്റ സീറോസേ ഉള്ളൂ. ഏതിന്? പോളിനോമിയലായ എക്സ് റേസ് ടു പി റേസ് ടു ടി മൈനസ് ആൽഫ റേസ് ടു പി റേസ് ടു ടിക്ക് ഉള്ളൂ എന്നതിനാലാണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ബീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടി. ബീറ്റ എവിടെയുള്ള എലമെൻ്റാണെന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. ബീറ്റ എവിടെയുള്ള എലമെൻ്റാണെന്ന് എടുത്തിട്ടുണ്ട്. ബീറ്റ എവിടെയുള്ള എലമെൻ്റാണ്? എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലെ എലമെൻ്റാണ് അല്ലേ, അതിലുള്ളൊരു എലമെൻ്റാണ്. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പം അതായത് ബീറ്റ റേസ് ടു പി റേസ് ടു ടിയും ആൽഫ റേസ് ടു പി റേസ് ടു ടിയും ഈക്വൽ ആവുകയും അതുപോലെ തന്നെ ബീറ്റ ഈക്വൽ ടു ആൽഫയും ആയ സ്ഥിതിക്ക് എഫ് ഓഫ് ആൽഫ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്തിന്? എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയത് എന്താണ്? അതായത് രണ്ട് കൺസെപ്റ്റ്സ് കിട്ടി തൊട്ട് മുമ്പത്തേൽ നിന്നും. നമ്മൾ തൊട്ട് മുമ്പ് എടുത്തത് എന്താണ്? ആദ്യത്തെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്നത് സെപ്പറബിൾ ആണ് എന്ന് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്, തൊട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എഫ് ഓഫ് ആൽഫ ഇത് രണ്ടും എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ആണ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആൽഫ എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് കിട്ടി ഓവർ ദി ഫീൽഡ് എഫ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ സെപ്പറബിൾ ആണ്. എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആൽഫ സെപ്പറബിൾ ആണ്. ആൽഫ സെപ്പറബിൾ ആണ് എങ്കിൽ ഇയിലുള്ള എലമെൻ്റാണ് ആൽഫ എന്ന് പറയുന്നത് ഇയിലുള്ള എലമെൻ്റാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഈസ് സെപ്പറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓവർ ദി ഫീൽഡ് എഫ്. അതായത് ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് ഏതിൻ്റെ? ഫൈനൈറ്റ് ഫീൽഡായ എഫിൻ്റെ. ഫോർ ഫൈനൈറ്റ് ഫീൽഡ് ഈസ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനിയൊരു നിങ്ങൾക്കൊരു എക്സസൈസ് ഉണ്ട്. അതായത് എക്സസൈസ് ഇതാണ്. അതായത് നിങ്ങൾ
എഫ് ക്ലോഷറിലുള്ള 2 എലമെൻറ്റുകളാണ് ആൽഫയും ബീറ്റയും. അങ്ങനെയാണ് എങ്കിൽ അത് രണ്ടും സെപ്പറബിൾ ആണ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ഇൻറ്റു ബീറ്റ ആൻഡ് ആൽഫ ബൈ ബീറ്റ വേർ ബീറ്റ നോട്ട് ഈക്വൽ ടു 0, അതൊക്കെ എന്താണ് സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. ആ പ്രൂവ് ചെയ്യാനുള്ള തിയറം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് പ്രൂവ് ചെയ്യാം, കാരണം ഇതൊരു എക്സസൈസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.